ഇന്നലെയൊക്കെ നമ്മൾ ആ ഒരു വാർത്ത കേട്ടാണ് ഉണർന്നത് പോലും അല്ലേ? ഒരു കടുവയുടെ ആക്രമണത്തിൽ വീട്ടമ്മയുടെ ജീവൻ നഷ്ടപ്പെട്ട അതിദാരുണമായ സംഭവം. അപ്പോൾ വയനാട് മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി സ്ത്രീയുടെ സംസ്കാരം ഇന്ന് നടക്കും. പഞ്ചാരക്കൊല്ലി സ്വദേശി രാധയാണ് ഇന്നലെ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കടുവയ്ക്കായുള്ള തിരച്ചിൽ വനം വകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട്. കടുവയെ പിടികൂടാൻ 100 അംഗ RRT സംഘത്തെയും സജ്ജീകരിച്ചിട്ടുണ്ട്. രതീഷ് വാസുദേവനുണ്ട്. രതീഷ്, ഇന്നലെ ഒരു തരത്തിലും സമാനതകളില്ലാത്ത പ്രതിഷേധമൊക്കെ നടന്നതിനു ശേഷമാണ് രാധയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ മാറ്റാൻ പോലും ആളുകൾ തയ്യാറായത്. പിന്നീട് കൂടൊക്കെ സ്ഥാപിച്ച് വനം വകുപ്പ് കാവലിരിപ്പുണ്ട്. നരഭോജി കടുവയെ പിടികൂടാൻ കണ്ടുടനെ വെടിവെച്ചു കൊല്ലാനായി. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത രാധയുടെ മൃതദേഹം വീട്ടിലേക്ക് എപ്പോൾ എത്തിച്ചേരും? സംസ്കാര നടപടികൾ എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്? സജലക്ഷ്മി, തീർച്ചയായും ഇന്നലെ തന്നെ രാധയുടെ പോസ്റ്റ്മോർട്ടം ഇന്നലെ തന്നെ പൂർത്തിയായിരുന്നു. ഇന്ന് രാവിലെ 8 മണിയോടെ ബന്ധുക്കൾക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം മൃതദേഹം കൈമാറും. ഞാനിപ്പോൾ നിൽക്കുന്നത് രാധയുടെ വീടിന് മുന്നിലാണ്. ഇവിടേക്കാണ് 8 മണിയോടെ മൃതദേഹം എത്തിക്കുക. തുടർന്ന് തൊട്ടുപുറകിലുള്ള വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും എന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വനം വകുപ്പും RRT സംഘവും പൂർണ്ണമായും ഈ പ്രദേശത്ത് തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. 8 മണിയോടെ കുറച്ചും കൂടെ വിവിധ സംഘങ്ങളും കൂടി എത്തിക്കഴിഞ്ഞാൽ സജീവമായ തെരച്ചിൽ ആരംഭിക്കും. തെർമൽ ഡ്രോണുകളും സാധാരണ ഡ്രോണുകളും ഒക്കെ ഉപയോഗിച്ച് തന്നെയാണ് തെരച്ചിൽ തുടരുന്നത്. വലിയ ആശങ്കയാണ് ഈ പ്രദേശത്തുള്ളത്. കാരണം കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഒരാളെ കൊന്നു. ഈ 2 കാര്യങ്ങൾ വലിയൊരു തരത്തിൽ ഈ പ്രദേശത്തെ ആളുകളെ വലിയ ആശങ്കയിലാക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊപ്പം പ്രദേശവാസിയായിട്ട് ഇന്നലെ ഈ അപകടം നടന്നതിന്റെ തൊട്ടടുത്ത വീട്ടിന്റെ അടുത്തുള്ള കുഞ്ഞിരാമേട്ടൻ ചേരുന്നുണ്ട്. കുഞ്ഞിരാമേട്ടൻ, ഈ എങ്ങനെയാണ് സംഭവം ഉണ്ടായി? ഈ നാട്ടിലൊക്കെ എങ്ങനെ കടുവ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്? കടുവ തീർച്ചയായിട്ടും മാസത്തിൽ 2 പ്രാവശ്യം വന്ന് ദിവസം പോകുന്ന വരുന്നുണ്ട്. ഇത് കുയത്തിലെത്തി മാൻ്റെ എത്തി പോകുന്ന കടുവാണ്. നമ്മൾ പറയണ്ടേ, അങ്ങനെ വന്ന് പോകുന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ നമ്മൾ ജനിച്ചു വളർന്നതിന് ശേഷം ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇന്നലാണ് ഈ സംഭവം ഉണ്ടായത്. ഈ കുട്ടി എൻ്റെ വീട്ടിൽ 4 ദിവസം പണിയെടുത്താണ്. എൻ്റെ പണി കഴിഞ്ഞിട്ട് ഈ കുട്ടി കാപ്പി വരയ്ക്കാൻ പോയത് 8 കാലമായിട്ടുള്ളൂ. അന്നേരത്താണ് കെട്ടിയവൻ ഓളയും കുട്ടിയെ ബേക്കൽ കൊണ്ട് വണ്ടി പോകുന്നിടത്ത് നോക്കി നീ പോകുന്നു, ഞാൻ പോയിക്കോളാം പറഞ്ഞിട്ട് ആ കുട്ടി പോയതാണ്. ആ കുട്ടി പോയിട്ട് അതിർത്തിൽ കടക്കലും കയറി പുലി പിടിക്കലും. പിന്നെ ഞങ്ങളാരും കണ്ടത് രണ്ട് ബോട്ട് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ചെറുപ്പുണ്ട്, ഒരു കത്തിയുണ്ട് എന്നാണ്. അങ്ങനെ ഓരോ അന്ന് അടുത്ത് ഈ ഉടമ്പൻ്റെ വീട്ടിൽ പണിയെടുക്കുമ്പോൾ ഉടമ്പൻ്റെ വീട്ടുകാരാണ് വിളിച്ച് വെച്ചപ്പോൾ ഇങ്ങനെ സംഭവമുണ്ട്. അങ്ങനെ ഇവർ ചെന്ന് നോക്കുമ്പോൾ 75 മീറ്റർ ദൂരെ ജൻബോഡി കണ്ടെത്തുന്നു. 2 സ്ഥലത്ത് ഇട്ടിന്. അപ്പോൾ എല്ലാവരും ഒറ്റപ്പോൾ പുലി അതിൻ്റെ അടുത്ത് എവിടെയോ ഉണ്ട്. ഞങ്ങളത് ബോഡി എത്തിക്കേണ്ട വീട്ടിൽ അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസുകാർ വന്നു, മന്ത്രി വന്നു, എല്ലാവരും കൂടിയിട്ട് ഓടി ഞങ്ങളെ കൊണ്ടുവന്നു. ഈ 12 മണിയോടെയാണ് ഇത് കണ്ടെത്തുന്നത് ശരിക്കും അല്ലേ? 12 അല്ല, 10 അല്ല 9 മണിക്ക് തന്നെ കണ്ടു. പിന്നെ എല്ലാവരും അറിയേണ്ട സാറേ. പിന്നെ ഇവൻ ഇവിടെ അല്ല, കെട്ടിയവനെ വിളിച്ച് അവിടെ കൊണ്ടുപോയി. പിന്നെ ഇപ്പോൾ എല്ലാവരും വന്ന് എത്തിക്കാൻ അവിടെ പിന്നെ സെൻട്രൽ വിളിച്ച് ചുറ്റും പറഞ്ഞു. നാട്ടുകാരൊക്കെ ഇപ്പോൾ വലിയ ആശങ്കയിലല്ലോ കുഞ്ഞിരാമേട്ട? എല്ലാവരും ആശങ്കയിലാണ്. കാരണം ഇന്ന് കരയാത്തവന്ന് വിളിക്കാത്ത ആരുമില്ല സാർ. ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ജനിച്ച പിന്നെ ഒരു മനുഷ്യന് കടുവ ഇവിടെ പഞ്ചാരക്കൊല്ലി പിടിക്കുന്നത് ഈ കൊല്ലം നമ്മൾ കാണുന്നു. സജലക്ഷ്മി, നാട്ടുകാരുടെ ആശങ്കയും ഒരു വല്ലാത്ത അങ്കലാപ്പമുണ്ട്. കാരണം അവർ 10-60 കൊല്ലമായി പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. ഇതുവരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഉണ്ടായത് വലിയ ദാരുണമായ അവരുടെ കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയിലേക്കുള്ള ഒരു സ്ത്രീയാണ് മരണപ്പെട്ടത്. അത്തരത്തിലുള്ള ആശങ്കയും വേദനയും ഒക്കെയാണ് ഈ നാട്ടുകാർക്കൊക്കെ ഉള്ളത്. ഇത് ഉൾക്കൊണ്ട് തന്നെയാണ് വനം വകുപ്പ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ട് കടുവയെ പിടികൂടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നത്. RRTയുടെ പ്രത്യേക 100 അംഗ സംഘമാണ് ഈ പ്രദേശത്ത് പരിശോധന നടത്തുന്നത്. പോലീസിന്റെ സഹായമുണ്ട്, നാട്ടുകാരുണ്ട്, സന്നദ്ധ സംഘടനകളുടെ സഹായമുണ്ട്. വളരെ സജീവമായി തന്നെയാണ്. ഇന്നിപ്പോ ഈ തെർമൽ ഡ്രോൺ അടക്കം ഉപയോഗിച്ചിട്ടുള്ള തിരച്ചിലാണല്ലോ. അപ്പോൾ വനം വകുപ്പിന്റെ പുതിയ കടുവയെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ്. ഇന്നലെ ഈ പ്രദേശത്ത് തന്നെ വീണ്ടും ഒരു കടുവയുടെ ഒച്ച കേട്ടതായി പലരും പറഞ്ഞു കേട്ടോ. അതിനി രാധയെ കടിച്ചു കൊന്ന ആ കടുവയാണോ അതോ മറ്റൊരു കടുവയുടെ കൂടെ സാന്നിധ്യം അവിടെ ഉണ്ടോ തുടങ്ങി നിരവധി സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ദിവസം ഈ കടുവയ്ക്കായുള്ള തിരച്ചിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിലവിൽ RRT സംഘവും വനം വകുപ്പൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്?
തീർച്ചയായും ഇത് വനാതിർത്തി പ്രദേശമാണ്. തൊട്ടടുത്ത് കർണാടകയിലെ വന്യജീവി സങ്കേതങ്ങളൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരിടമാണ്. അതുകൊണ്ട് തന്നെ ഈ കടുവയെ നിർണ്ണയിക്കുക, കടുവയുടെ ഏതാണ് കടുവയെന്ന് കണ്ടെത്തുക തുടങ്ങിയവ ശ്രമകരമാണ്. ആദ്യഘട്ടത്തിൽ തന്നെ അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ മാത്രമേ ഇത് ഏത് ഭാഗത്തുനിന്ന് വന്ന കടുവയാണ്, കേരളത്തിൽ അല്ലെങ്കിൽ ഈ വന്യജീവി സങ്കേതത്തിൽ മാർക്ക് ചെയ്യപ്പെട്ട കടുവയാണോ എന്നൊക്കെ സാങ്കേതികമായി മനസ്സിലാക്കുള്ളൂ. പക്ഷേ എന്നാലും കഴിഞ്ഞ ഈ അപകടം നടന്ന ശേഷവും കടുവയുടെ സാന്നിധ്യം അവിടെ സ്ഥിരീകരിച്ചതായി നാട്ടുകാർ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. കണ്ട ആളുകൾ ഉണ്ട് എന്ന് പറയുന്നു. എന്തായാലും കടുവയുടെ സാന്നിധ്യം പ്രദേശത്ത് വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രദേശത്ത് ഇപ്പോൾ 2 കൂടുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ അപകടം നടന്നതിൻ്റെ ഭാഗത്തും അതിന് തൊട്ടടുത്ത മറ്റു ഭാഗത്തുമാണ് കൂടുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. മാത്രമല്ല തെർമൽ ഡ്രോണുകളെ പകൽ ആയിക്കഴിഞ്ഞാൽ തെർമൽ ഡ്രോണുകളുടെ ഒരു സാധ്യത കുറവാണ്. രാത്രിയാണ് കൂടുതൽ അത് എഫക്റ്റീവ് ആവുക. അതുകൊണ്ട് മറ്റു ഡ്രോണുകൾ ഉൾപ്പെടെ കൊണ്ടുവന്നുള്ള തെരച്ചിൽ നടത്തുന്നു. കുങ്കിയാനകൾ ഉപയോഗിച്ച് ഉൾക്കാടുകൾ സമീപത്തെ കാടുകളിലൊക്കെ തെരച്ചിൽ നടത്തുന്നു. കടുവയുടെ സാന്നിധ്യം കണ്ടെത്തുക എന്ന് തന്നെയാണ്. ഇത് പരിക്ക് പറ്റിയ കടുവയാണോ, അതുകൊണ്ടാണോ ഈ നാട്ടിൽ ഈ ഭാഗത്ത് ഇങ്ങനെ തമ്പടിക്കുന്നത് തുടങ്ങിയ സാഹചര്യങ്ങളും പരിശോധിക്കും. അല്ലെങ്കിൽ ആരോഗ്യവാനായ കടുവയാണെങ്കിൽ അതിനെ ആ രീതിയിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളും വനംവകുപ്പ് പരിഗണിക്കുന്നുണ്ട്. എന്തായാലും ജനങ്ങളുടെ ആശങ്ക ഒഴിവാക്കുക, അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുക എന്ന് തന്നെയാണ് വനംവകുപ്പും പോലീസും ഒക്കെ തന്നെ ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. വളരെ സജീവമായി കൂടുതൽ തെരച്ചിൽ സംഘത്തെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല കൂടുതൽ ക്യാമറ ട്രാപ്പുകൾ ഈ കടുവയുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്യാമറ ട്രാപ്പുകൾ കൂടിയാണ് കടുവയുടെ സ്വഭാവം, ആരോഗ്യാവസ്ഥ ഒക്കെ മനസ്സിലാക്കാൻ കഴിയുക. അത് മനസ്സിലാക്കിയാൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു മുൻനീക്കം ഈ സേനയ്ക്ക്, വനവകുപ്പിന്, RRTക്കൊക്കെ കഴിയുകയുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ക്യാമറ ട്രാപ്പുകളും മറ്റും കണ്ടെത്തി കടുവയുടെ തുടരുക. രതീഷിലേക്ക് മടങ്ങിയെത്താം. ഈ പറഞ്ഞതുപോലെ 8 മണിയോടുകൂടി രാധയുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കും. പിന്നീടാണ് സംസ്കാരം അടക്കമുള്ള നടപടിക്രമങ്ങളൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്. ഒപ്പം കടുവയ്ക്കായുള്ള തിരച്ചിൽ വനം വകുപ്പും ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. തെർമൽ ക്യാമറ അടക്കം അവിടെ എത്തിച്ചിട്ടുള്ള പരിശോധനയാണ് ഇന്നിപ്പോൾ നടക്കുക. മാനന്തവാടിയിൽ നിരോധനാജ്ഞയുണ്ട്. ഒപ്പം UDFന്റെ ഹർത്താൽ പുരോഗമിക്കുന്നുണ്ട്. SDPIയും ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് വയനാട്ടിൽ മാനന്തവാടിയിൽ കടുവ ഇറങ്ങി അതിനു പിന്നാലെ ഉണ്ടായ സംഭവ വികാസങ്ങൾ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.